ഹലോ പ്രിയ പ്രേക്ഷകരെ, നമസ്കാരം. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്കും അധികാരികളിലേക്കും എത്തിക്കാനും അതിന് പരിഹാരം തേടാനുമുള്ള പ്രത്യേക പരിപാടിയാണ് പൊതുജനം കഴുതയല്ല സാർ. ഒരു വാർത്താമാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ആദ്യം തന്നെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. PM ശ്രീയെ ചൊല്ലിയുള്ള CPI-CPIM തർക്കം കോംപ്ലിമെന്റ്സായി. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മന്ത്രിസഭാ ബഹിഷ്കരണം, ഏത് CPI, അങ്ങനെ എന്തെല്ലാം. ഒടുവിൽ ശവമായ പവനായി ആരാണ്? പൊതുജനം കഴുതയല്ല സാർ എന്നേ പിടിവാശിക്കാരോട് പറയാനുള്ളൂ. കാണാം പ്രത്യേക റിപ്പോർട്ട്. PM ശ്രീയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതിന് പിന്നാലെ CPI ആണ് കലാപക്കൊടി ഉയർത്തിയത്. ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടു പോകണമെന്നായിരുന്നു CPIയുടെ ആവശ്യം. PM ശ്രീയുമായി മുന്നോട്ടു പോകുമെന്നറിയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് സിലബസിൽ ഒരു മാറ്റവും കേരളത്തിന് വരുത്തുന്ന പ്രശ്നമേ ഇല്ല. കേരളത്തിൻ്റെതായ സിലബസുമായി മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ ഉറപ്പിച്ച് തന്നെ പറയും. ഞാനിത് ഉറപ്പിച്ച് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ധാരണാപത്രം ഒപ്പിട്ടതിനെ ന്യായീകരിച്ചു. ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്ടിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിന് മുമ്പൊന്നും നിബന്ധനയുണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അതൊന്നും നിബന്ധനകളില്ല. ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമാണ്. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI നീങ്ങിയതോടെ CPIM അപകടം മണത്തു. പിന്നെ തിരക്കിട്ട ചർച്ചകളായി, അനുനയ നീക്കങ്ങളായി. അനുനയത്തിന് വഴങ്ങാതെ അടിയുറച്ചു നിന്നു CPI. ഡൽഹിയിൽ നിന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി തിരുവനന്തപുരത്ത് വന്നു. ഒമാൻ പര്യടനം കഴിഞ്ഞ് മുഖ്യമന്ത്രി എത്തി. കണ്ണൂരിൽ നിന്ന് പരിപാടികൾ റദ്ദാക്കി MV ഗോവിന്ദനും തിരുവനന്തപുരത്തെത്തി. അനുനയ നീക്കങ്ങൾ സജീവമായി. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് മരവിപ്പിക്കുന്നതിൽ കേന്ദ്രത്തെ അറിയിക്കാനുള്ള കത്തിന്റെ കരട് CPI നേതൃത്വത്തിന് കൈമാറി. വൈകാതെ CPI അയഞ്ഞു. വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ നാശകത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. ഇനി ഈ പോരിൽ ആരാണ് വിജയ് എന്നതാണ് ചോദ്യം. മുൻ നിലപാട് തിരുത്തേണ്ടി വന്നതും CPIക്ക് വഴങ്ങേണ്ടി വന്നതും CPIMന് ക്ഷീണമായി. കരാർ റദ്ദാക്കാതെ മരവിപ്പിച്ചത് കണ്ണിൽ പൊടിയിടാനാണോ എന്ന ആശങ്ക CPIയിലെ ചിലർക്കെങ്കിലുമുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് CPIയെ അണുനയിപ്പിക്കൽ എന്ന് പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും അന്തിമ തീരുമാനമാകുന്നതുവരെ വിജയ് CPI ആണ്. ഇടതുപക്ഷത്ത് CPIMനേക്കാൾ ഇടതു നയം ഉറപ്പിച്ചവരെന്നും CPIക്ക് അഭിമാനിക്കാം. പക്ഷേ എത്ര നാൾ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വൈകാതെ ഉത്തരം കിട്ടിയേക്കും. കാത്തിരിക്കാം ആരുടെ നിലപാട് നടപ്പാക്കുമെന്ന്. ഏതായാലും ഇക്കാര്യത്തിൽ ആർക്കാണ് വിജയം, ആർക്കാണ് പരാജയം എന്നതൊക്കെ കാലം തെളിയിക്കട്ടെ. വൈകാതെ തന്നെ അതിന് ഉത്തരം ലഭിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കാലമായി, വാഗ്ദാന പെരുമഴയുമായി. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുകയാണ് സർക്കാർ. ഇന്നത്തെ ഈ പ്രഖ്യാപനത്തോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് കാണാം. ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നല്ലതല്ലേ? അവർക്ക് അംഗൻവാടി ജീവനക്കാർ എത്രയോ കാലം കൊണ്ട് സമരം ചെയ്ത് അവർക്ക് ഇവർ ആനുകൂല്യം കുറവല്ലേ? അവർക്ക് കിട്ടുന്നത് നല്ലതല്ലേ? മുഖ്യമന്ത്രി അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. പാവപ്പെട്ടവരെ ജീവിക്കുന്ന അധ്വാനിക്കുന്ന എന്ന് വെച്ചാൽ പാവം എന്ന് വെച്ചാൽ 2000 രൂപ കിട്ടുന്നത് നല്ലതല്ലേ? 1000 രൂപ 500 ഒക്കെ ആയിരുന്നതല്ലേ? ഇപ്പൊ ഇതിന് 2000 രൂപ ആക്കണം ഏറ്റവും നല്ലതാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് തന്നെ അതിനെ വിലയിരുത്തണം. അല്ല, ആത്മാർത്ഥ തുടങ്ങി ഇത്രയും കാലം കിടന്നില്ലേ, അവസാന നിമിഷം വരെ കാത്തില്ലേ? തീർച്ചയായും 100% തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ്. മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അടുത്ത ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സ്റ്റണ്ടായിരിക്കും ഇത്, അങ്ങനെയാണ് പറയാനുള്ളത്. സർക്കാർക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിൽ കുറെ പാളിച്ചുകളുണ്ട്. ആശാപ്രവർത്തകരെ കണ്ട അവർക്ക് നിസ്സാരം തുച്ഛമായിട്ടാണ് ഇപ്പോഴും കൂട്ടിയത്. സർക്കാർ അത് നോക്കണം. ഇവരെല്ലാം നമ്മൾ കൺമുമ്പിൽ നിൽക്കുന്നത്. ആദ്യം ഇവരൊക്കെ പ്രശ്നം പറയും, പിന്നീട് സ്ത്രീ പ്രശ്നം ഉണ്ടാക്കാൻ. ഞാനും സർക്കാർ ജീവനക്കാരനാണ്. ഇതുവരെ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല.
അതിന് ഉള്ള ദേഷ്യമാണ്. മുമ്പേ അങ്ങ് ഡി ഒക്കെ കൃത്യമായിട്ട് തന്നാണ് സാലറി കിട്ടുമായിരുന്നു. ഇപ്പം ഒന്നും ഇല്ലല്ലോ. ചുമ്മാ പറയണേ, അവർക്ക് പോലും തികയണില്ല, പിന്നെയല്ലേ ബാക്കിയുള്ളവർക്ക് 2000 രൂപ തരണേ. എന്തോ നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, ഈ 1600 രൂപ പെൻഷൻ. ആ ശരി, നല്ലതാ. ആണ്, സന്തോഷം. എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതല്ലേ, ജനങ്ങൾ ഏറ്റെടുക്കും. പിന്നെ കുറെ നേരം ശരിയുണ്ട്, കുറെ നെഗറ്റീവായിട്ട് കാണുന്നതുണ്ട്, പോസിറ്റീവായിട്ട് കാണുന്നതുണ്ട്. നടപ്പിലാക്കാൻ സാധ്യത കുറവാണ്. പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടത് ഞങ്ങൾ കാണുന്നില്ല. നിഷ്പക്ഷമായിട്ട് പറയാമെന്നെങ്കിൽ നമ്മൾ പാർട്ടി ബേസിൽ സംസാരിക്കുന്നതല്ല. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ അവസ്ഥ തന്നെ, ബിസിനസ്സുകാർ, ചെറുകിട കച്ചവടക്കാർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ വന്നു. ചെറുകിട കച്ചവടക്കാർ ഇന്നും വളരെ വിഷമത്തിലാണ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ കാലി പേപ്പറിലേ ഉണ്ടാവുള്ളൂ. അത് ഇലക്ഷൻ കഴിയുന്നു പതിവ് പോലെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് സാധാരണക്കാരനുള്ള വിശ്വാസം. വിവിധ പ്രതികരണങ്ങൾ ഇന്നത്തെ ഈ CPIM പ്രതിസന്ധി പരിഹരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. പവനായത് CPIയും CPMും അല്ല എന്നുറപ്പാണ്. പിന്നെ ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് നന്ദനൻ കെ എന്ന പ്രേക്ഷകൻ പറയുന്നത്. മറ്റ് നിരവധി പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്. രവികുമാർ PB പറയുന്നു, എന്തൊക്കെ ബഹളമായിരുന്നു, മലപ്പുറം കത്തി, മെഷീൻ ഗൺ, അമ്പും വില്ലും, അങ്ങനെ ഒലക്കയുടെ മൂട്, അവസാനം പവനായി ശവമായി എന്ന നിലയിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഈ നിലപാടുകളൊക്കെ സർക്കാരിൻ്റെ മാറും എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മറ്റൊരു വിശേഷമുണ്ടായിരുന്നു. അത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ച ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരുന്ന ഒരു ചർച്ച, അതിൻ്റെ ഗതി എന്താണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരുന്നതാണ്. CPIയുടെ മന്ത്രിമാരോട് മുഖ്യമന്ത്രി ക്ഷുഭിതരാകുന്നതിനൊക്കെ ഇന്നലെ സാക്ഷ്യം വഹിച്ചതുമാണ്. ഇന്ന് ആ യോഗം വീണ്ടും ചേർന്നു. അങ്ങനെ നെല്ല് സംഭരണത്തിൻ്റെ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയ ചിലരെ നമ്മൾ കാണണം. അത് ആലപ്പുഴയിലെ കർഷകരാണ്. കേരളത്തിൻ്റെ നെല്ലറകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടനാടെന്ന് നമുക്കറിയാം, മറ്റൊന്ന് പാലക്കാടാണ്. അവിടെ ഈ കുട്ടനാടൻ മേഖലയിലെ കർഷകർ അവർ 100 മേനി വിളഞ്ഞ നെല്ല് റോഡരികിൽ വെറുതെ ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്, അവിടെ കിടന്ന് നശിക്കുകയാണ്. സംഭരണ വ്യവസ്ഥകളിലെ അനാവശ്യ ഇടപെടലുകൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ആലപ്പുഴയിലെ നെൽകർഷകർ. അതിനിടെയാണ് ഇന്നിപ്പോൾ ഈ തീരുമാനം വന്നിരിക്കുന്നത്, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ നിലവിൽ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇതേക്കുറിച്ച് അശ്വിൻ പാലാഴിയുടെ റിപ്പോർട്ട് കാണാം. അതിലേക്ക് ആലപ്പുഴയിലെ കർഷകർ കഴിഞ്ഞ 90 ദിവസം ചോര വിയർപ്പാക്കി കൊയ്തെടുത്ത നെല്ലാണ് വഴിയരികിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. സംഭരണത്തിലെ പ്രതിസന്ധി ചെറുതായൊന്നുമല്ല ആലപ്പുഴയിലെ കർഷകരെ വലയ്ക്കുന്നത്. മില്ലുകാരനും ഏജൻറ്റും എല്ലാം കൂടെ ഞങ്ങളെ ഇങ്ങനെ ഈ എല്ലാ വർഷവും എല്ലാ കൃഷിയിലും ഇതുപോലെ തന്നെയാണ് അവരുടെ നടപടികൾ. വിളവാകുമ്പോഴത്തേക്ക് അവർ ഏജൻറ്റ് വരും, ഇതിന് നോക്കിയിട്ട് ഇത് ഇപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ ഈ നെല്ല് എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, 100 കിലോ നെല്ലിന് 17 കിലോയാണ് മില്ലുകാർ കിഴിവ് ചോദിക്കുന്നത്. അതായത് 83 കിലോ നെല്ലിൻ്റെ പണം മാത്രമേ കർഷകന് ലഭിക്കൂ. ഇതിനു പുറമെ നെല്ല് മില്ല് വരെ എത്തുന്നതിൻ്റെ മുഴുവൻ ചെലവും കർഷകൻ തന്നെ വഹിക്കണം. 14 കിലോ കിഴിവാണ്, ഒരു ക്വിൻ്റലിന് 14 കിലോ കിഴിവാണ് മില്ലുകാർ ചോദിച്ചിരിക്കുന്നത്. അത് കൊടുക്കാൻ കർഷകർ തയ്യാറല്ല. ഈ 14 കിലോ കിഴിവ് ഞങ്ങൾ കൊടുക്കുകയും വേണം. ഇതിൻ്റെ ലോഡിങ് കാശും മറ്റ് വാരകൂലിയെല്ലാം കർഷകർ തന്നെ കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു വലിയൊരു നഷ്ടത്തിലേക്കാണ് ഇപ്പോൾ കർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സപ്ലൈകോയുമായി കരാറിലേർപ്പെട്ട ഒരു മില്ല് മാത്രമാണ് നിലവിൽ സംഭരണത്തിനുള്ളത്. ഈ കുത്തകയാണ് കർഷകരെ ചൂഷണം ചെയ്യുന്നത്. 100 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ 68 കിലോ അരി നൽകണമെന്നാണ് സപ്ലൈകോയുമായുള്ള കരാർ. എന്നാൽ ആലപ്പുഴയിലെ നെല്ലിൽ നിന്ന് 64 കിലോ അരി മാത്രമേ ലഭിക്കൂ എന്ന് മില്ലുകാർ പറയുന്നു. അല്ലെന്ന് കർഷകരും. ഇതിൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുക, കർഷകർ എങ്ങനെ ഇതിൽ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുക? 14 കിലോയുടെ വിലയും കൊടുക്കണം. അതിനുപരി 2 രൂപ 20 പൈസ വെച്ച് ഒരു കിലോയ്ക്ക് ഞങ്ങളിതിൻ്റെ ഇതും കൊടുക്കണം, കൂലിച്ചെലവും കൊടുക്കണം. കുറവ് വരുന്ന 4 കിലോ അരിയുടെ പണം സർക്കാർ നൽകണമെന്നാണ് മില്ലുകാരുടെ ആവശ്യം. ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. രണ്ടാം കൃഷിയുടെ നെല്ല് സംഭരണത്തിലെ നയവും വിലയും സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതല്ലാതെ സർക്കാർ തീരുമാനം എത്തിയിട്ടുമില്ല. മഴ കനക്കുന്ന സാഹചര്യത്തിൽ കർഷകർ ആശങ്കയിലുമാണ്. എനിക്ക് 13 വയസ്സ് തൊട്ട് ഈ പാടത്ത് തന്നെ ജീവിക്കുന്ന ആളാണ്.
ഇത്തരം ദുരിതം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. പറഞ്ഞാൽ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നത്. പൊരിവേലിലും പെരുമഴയത്തും കൊയ്തെടുത്ത നെല്ലിന്റെ സംഭരണത്തിനും അതിന്റെ തുകയ്ക്കും വേണ്ടി വെയിലത്ത് സമരം ചെയ്യേണ്ട ഗതികേടിലാണ് നെൽകർഷകർ. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. ഇതാണ് കർഷകരുടെ അവസ്ഥ. വളരെ ദുരിതകാലത്തിലൂടെയാണ് കേരളത്തിലെ നെൽകർഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. മിനി ബാബു പറയുന്നു, ആലപ്പുഴയിലെ കർഷകരുടെ അവസ്ഥ വളരെ പാവമാണ്. ആലപ്പുഴയിലെ നെൽകർഷകർ അനുഭവിക്കുന്ന ദുരിതം അത് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന കർഷകന് എന്നും പട്ടിണിയാണ് എന്നും മിനി ബാബു കമൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. അതൊരു പ്രതിമയെ സംബന്ധിച്ച വിശേഷമാണ്. ഈ പ്രതിമ ആരുടേതെന്ന് പ്രേക്ഷകർ പറയണം. ഗുരുവായൂർ നഗരസഭയാണ് അവിടെ ബയോ പാർക്കിന് നിർമ്മിച്ച സ്ഥലത്ത് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ആ പ്രതിമ ഗാന്ധിജിയുടേതാണെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. പക്ഷേ അതിനെതിരെ പ്രതിഷേധം വ്യാപകവുമാണ്. എന്താണ് ഇങ്ങനൊരു പ്രതിമയ്ക്കെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങുന്നത്? അവരും ഈ അധികാരികളോട് പറയുന്നു, നഗരസഭാ അധികൃതരോട് പറയുന്നു, പൊതുജനം കഴുതയല്ല സാറേ എന്ന്. കാണാം ആ റിപ്പോർട്ട്. ഗുരുവായൂരിൽ നഗരസഭ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രതിമ തന്നെ വിവാദത്തിലായിരിക്കുകയാണ്. കലാകാരന്റെ കലാസൃഷ്ടിയാണ് പ്രതിമയെന്ന് നഗരസഭയും ഗാന്ധിയെ അപമാനിക്കുന്നതായി പ്രതിമയെന്ന് BJPയും കോൺഗ്രസും ആരോപിക്കുന്നു. ഗുരുവായൂർ നഗരസഭയ്ക്ക് കീഴിൽ കോട്ടപ്പടിയിൽ ആരംഭിച്ച ബയോ പാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയാണ് തർക്കങ്ങൾക്ക് കാരണം. മുൻ നഗരസഭാ കൗൺസിലറും ശില്പിയുമായ സ്വരാജാണ് പ്രതിമ നിർമ്മിച്ചത്. കണ്ണട ധരിച്ച വടിയൂന്നി മഹാത്മാവ് നിൽക്കുന്ന രൂപത്തിലാണ് ശില്പത്തിന്റെ നിർമ്മാണം. എന്നാൽ ഗാന്ധിയുമായി ഈ ശില്പത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും ശില്പത്തിലൂടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുകയാണെന്നുമാണ് ആരോപണം. മുനിസിപ്പൽ ചെയർമാനും ശില്പിയൊക്കെ പറയുന്നത്, ശില്പി CPM മുൻ കൗൺസിലറാണ്. മുനിസിപ്പൽ ചെയർമാനും ശില്പിയൊക്കെ പറയുന്നത് ഇത് കണ്ട ഒരു ആർട്ട് രൂപത്തിലാണ്. ആർട്ടാണെങ്കിലും ഇങ്ങനെയാണോ ഗാന്ധിനെ വികൃതമാക്കുക? ആർട്ടിൽ തന്നെ ഗാന്ധിജിയെ മനോഹരമാക്കാലോ. എത്രയും മനോഹരമായി ആർട്ട് രീതിയിൽ ആക്കാം. തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കുന്നത് ബോധപൂർവം തെറ്റ് ചെയ്തു എന്നതിന്റെ തെളിവാണ്. എത്രയോ മനോഹരമായ ആർട്ടുകൾ ഗാന്ധിജിയുടെ ശില്പങ്ങളുണ്ട്. ഇങ്ങനെ വികൃതമാക്കുന്ന ആർട്ടല്ല ഉള്ളത്. വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തിയ കോൺഗ്രസും BJPയും CPM ഭരണസമിതിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ബയോ പാർക്ക് ഉദ്ഘാടനത്തിലാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഉദ്ഘാടന പരിപാടിയിൽ തന്നെ കോൺഗ്രസ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും കലാകാരന്റെ കരവിരുതെന്ന് വ്യാഖ്യാനിച്ച് വിമർശനങ്ങളെ അവഗണിച്ചതായും ആരോപണമുണ്ട്. അതേസമയം നഗരസഭ ആഗ്രഹിച്ച പ്രതിമയല്ല നിർമ്മിച്ചതെന്നും ശില്പി സമയപരിധിക്കുള്ളിൽ നിർമ്മിച്ച പ്രതിമ കൂടുതൽ മനോഹരമാക്കുമെന്നുമാണ് ചെയർമാൻ M. കൃഷ്ണദാസ് നൽകുന്ന വിശദീകരണം. നഗരസഭ ആഗ്രഹിച്ച അല്ലെങ്കിൽ നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ്. തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഞാൻ മനസ്സിലാക്കിയോടത്തോളം 1000-ഓളം കിലോ അത് വരും. അതുകൊണ്ട് അത് കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അത് തന്നെ വെച്ച് അവരത് സ്റ്റാൻഡൊക്കെ വെച്ച് ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം. നിങ്ങൾ ഓരോരുത്തരും കാണണം ഈ പ്രതിമ. ഈ പ്രതിമ ഇപ്പോൾ അവരുടെ ഒരു ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കലാകാരന്റെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഒന്ന് ചോദിക്കട്ടെ, ഇവരുടെ അതായത് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന LDF സർക്കാരിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും മരണപ്പെട്ടു പോയ നേതാക്കളുടെയോ പ്രതിമ ഇത്തരത്തിൽ അവര് അനാച്ഛാദനം ചെയ്യാനോ അല്ലെങ്കിൽ നിർമ്മിക്കുവാനോ അവർ തയ്യാറാണോ? എന്തു തന്നെ ആയാലും ഒരു രാഷ്ട്രത്തെയും രാഷ്ട്രപിതാവിനെയും ഓരോ ഭാരതീയനെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ പ്രതിമ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാവുന്നതല്ല. പ്രതിമ പുനർനിർമ്മിക്കുന്നതിലൂടെ വിവാദങ്ങളെ മറികടക്കാമെന്നതാണ് ഗുരുവായൂർ നഗരസഭ ലക്ഷ്യമിടുന്നത്. പക്ഷേ ഒന്നോർക്കണം, ഈ നിർമ്മാണവും പുനർനിർമ്മാണവുമെല്ലാം പൊതുജനത്തിന്റെ പണത്തിലാണ്. 24 തൃശൂർ.
പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ തുടരുന്നു. പാവം ഗാന്ധി, മഹാത്മാഗാന്ധി എന്ന് മാത്രമേ ഈ പ്രതിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് പറയാനുള്ളൂ. പല പ്രേക്ഷകരും ആ നിലയിലുള്ള കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. കുഞ്ഞു മുഹമ്മദ് പറയുന്നു, പ്രതിമയുടെ താഴെ ഗാന്ധിയുടെ പ്രതിമ എന്ന് എഴുതി വെക്കണമെന്ന്. മറ്റൊരു പ്രേക്ഷകൻ രാജേന്ദ്ര പ്രസാദ് പറയുന്നത്, മെസ്സി കേരളത്തിൽ വരില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ ഷൂ ചെമ്പായി മാറും എന്നാണ്. ഈ നിലയിലുള്ള വിവിധ കമൻറ്റുകളും വരുന്നുണ്ട്. ഏതായാലും മറ്റ് വാർത്തകളിലേക്ക്, മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി പോകുന്നത് കാർഷിക സർവകലാശാലയിൽ ഉയർന്ന ഫീസ് ഈടാക്കിയതിനെ തുടർന്ന്, അല്ലെങ്കിൽ അത് ഈടാക്കാനുള്ള നീക്കത്തെ തുടർന്ന് പഠനം അവസാനിപ്പിച്ച അർജുൻ എന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് നമ്മൾ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അർജുൻ ഈ വിഷയത്തിൽ ഇനി എന്താണ് പ്രതികരിക്കാൻ പോകുന്നത്? ഈ കാര്യത്തിൽ മന്ത്രി പി പ്രസാദ് ഇടപെട്ടിരുന്നു. ഫീസ് വിഷയത്തിൽ ഇടപെട്ടിട്ട് പഠനം തുടരുന്നതിന് അർജുന് സഹായം ചെയ്തു കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആദ്യം VS അർജുൻ്റെ പിതാവ് സത്യരാജൻ്റെ പ്രതികരണം കാണാം. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഫീസ് വർധനവിൻ്റെ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥിക്ക് പഠനം മുടങ്ങിയത്. കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശിയായിട്ടുള്ള അർജുന് TC വാങ്ങി പോരേണ്ടി വന്നു. ഇപ്പോൾ വിഷയത്തിൽ മന്ത്രി ഇടപെട്ടിരിക്കുന്നു. കൃഷിമന്ത്രി പി പ്രസാദാണ് വിദ്യാർത്ഥിയോട് കോളേജിൽ തിരികെ എത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം അർജുൻ്റെ പിതാവ് സത്യരാജ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയാണ് തുടർന്നുള്ള പഠനം, കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ടോ? മോന് പഠിക്കണം തന്നെയാണ് താല്പര്യം. ഇനിയിപ്പോൾ അവിടെ ചെന്ന് പഠിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജിൽ മാറ്റം കിട്ടുമോ എന്നുള്ളതാണ് ചോദിക്കുക. പിന്നെ ഇത്രയും വലിയ ഫീസൊന്നും അടയ്ക്കാനുള്ള കഴിവില്ല. അപ്പോൾ മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ടെന്ന് സന്തോഷമുണ്ട്, ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ അർജുൻ്റെ വിഷയം മാത്രമല്ല, ഒരുപാട് കുട്ടികൾക്ക് ഈ വിധത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കിഡ്നി തകരാറാണ്, കണ്ണിന് കാഴ്ചല്ല. ഞാൻ തന്നെ എങ്ങനെ ജീവിച്ചു പോകണം? ഇത്രയും വലിയ ഫീസൊന്നും ഞങ്ങൾ താങ്ങാനാവുന്നതല്ല. അതെനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടുകട നടത്തുകയാണല്ലേ? തട്ടുകട എടുത്ത് ജീവിക്കുകയാണ് ഇപ്പോൾ. പിന്നെ മോള് പഠിക്കുന്നുണ്ട്, മോക്കും നല്ലൊരു ഫീസ് വേണം. മൂത്ത മോള് പഠിച്ച ഫീസ് തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വളരെയധികം വിഷമത്തിലാണ് ജീവിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് കുടുംബം ഉള്ളത്. ഇത് അർജുൻ്റെ പിതാവ് നടത്തുന്ന തട്ടുകടയാണ്. ഇവിടെ നിന്നാണ് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോളേജിലെ ഫീസ് വർധന വന്നിരിക്കുന്നത്. ആ ഫീസ് താങ്ങാത്തതിനും അപ്പുറമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് അർജുൻ അവിടുന്ന് TC വാങ്ങിപ്പോന്നിരിക്കുന്നത്. ഇനി മന്ത്രിയുടെ ഈ ഇടപെടൽ അവരെ സ്വാഗതം ചെയ്യുന്നു, സന്തോഷം അവർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഭാവി എന്ത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. അനൂപിനൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ഉപരിപഠനം ആഗ്രഹിച്ച് കേരള കാർഷിക സർവകലാശാലയിലേക്ക് പോയ VS അർജുനുണ്ടായ ബുദ്ധിമുട്ട് അത് പിന്നീട് പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടു. പക്ഷേ 10,000 രൂപ സെമസ്റ്റർ ഫീസ് എന്ന് വിജ്ഞാപനത്തിൽ വരികയും ആ വിജ്ഞാപനം കണ്ട് കാർഷിക സർവകലാശാലയിൽ ചേരുകയും ചെയ്തപ്പോഴാണ് അർജുനോട് 50,000 രൂപയാണ് ഫീസ് എന്ന കാര്യം പറയുന്നത്. അത്രയും ഫീസ് അടയ്ക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് അർജുൻ TC വാങ്ങിപ്പോയത്. അർജുൻ എന്താണ് ഇപ്പോൾ മന്ത്രിയുടെ ഈ വാഗ്ദാനത്തോട് പ്രതികരിക്കുന്നത് എന്ന് നോക്കാം. വളരെ സന്തോഷമുണ്ട് മന്ത്രി ഇടപെട്ടതിൽ. ആർക്കും അറിയില്ലായിരുന്നു ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, 3 ഫീസ് കൂടിയെന്ന് യൂണിവേഴ്സിറ്റീൻ്റെ ഇതിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാനങ്ങനെ കേട്ടു, ഞാൻ യൂണിവേഴ്സിറ്റിനെ മോശമായിട്ട് ചിത്രീകരിച്ചു. അല്ല, ഒരിക്കലല്ല. ഞാൻ ഡീനെതിരായിട്ടോ യൂണിവേഴ്സിറ്റിക്കെതിരായിട്ടോ അല്ല ഞാൻ സംസാരിച്ചത്. അതായത് ആ ഫീസ് വർധനവ് കുറച്ച് കൂടുതലാണ്, അത് കുട്ടികൾക്ക് ബാധ്യതയാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെപ്പോലെ ഒരുപാട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെ കാര്യമൊന്നും ആരും അറിയുന്നില്ല. അതായത് ഞാനിപ്പോൾ തിരിച്ചു തരാണെങ്കിൽ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കിപ്പോൾ ഫീസ് പറയുകയാണെങ്കിൽ എൻ്റെ അതേ അവസ്ഥയിൽ തന്നെ അവർ പ്രതികരിച്ചില്ല എന്നല്ലേ ഉള്ളൂ, അവർക്കും കിട്ടണ്ടേ? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മന്ത്രി അവരെ കാര്യത്തിലേക്ക് ഇടപെട്ടാൽ കുറച്ചുകൂടി നന്നാവും. മന്ത്രി പി പ്രസാദ് അത്തരം എല്ലാ വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ ഇടപെടണം, തൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്നാണ് അർജുൻ പറയുന്നത്. തൻ്റെ കാര്യത്തിൽ ഇടപെട്ടതിൽ സന്തോഷമുണ്ട്, പക്ഷേ മറ്റു വിദ്യാർത്ഥികളും ഇതേ നിലയിൽ തന്നെ വലിയ ആശങ്കയോടുകൂടിയാണ് അവിടെ പഠിക്കുന്നത്. ഉയർന്ന ഫീസ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല, അവരുടെ കാര്യത്തിൽ കൂടി ഇടപെടണം എന്നാണ് അർജുൻ പറയുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരും മന്ത്രി പി പ്രസാദുമൊക്കെ ഇത് കേൾക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
മറ്റൊരു വിശേഷം, രോഗിയായ ഉമ്മയുൾപ്പെടെയുള്ള കുടുംബത്തെ പോറ്റാൻ ഒരു ചായക്കെറ്റിലുമായി തെരുവിലിറങ്ങിയ 13-കാരനെ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അസാം സ്വദേശിയായ തഫസുൽ ഹുസൈനെ വേദനയോടെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവൻ ഹാപ്പിയാണ്. അവൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടുത്തെ MLAയും നഗരസഭയും. നമ്മുടെ മുമ്പിൽ ഒരു കുട്ടി സംരംഭം വന്നേക്കണം. എന്താ എൻ്റെ അടുത്തുള്ളത്? ചായ. ചായ എന്തിനാ വെക്കണേ? പരിയിലെ ചെലവിന്. അപ്പൊ ഇയാണ് പരിയിലെ ചെലവ് വെക്കണത്? വേറെ ആരുമില്ലേ? പിന്നെ ആര് വീട്ടിലുള്ളത്? ഇമ്മുണ്ട്. ഉമ്മാക്ക് സുഖല്ല. അപ്പൊ നിങ്ങളെ ചെലവിന് പിന്നെ സ്കൂളിൽ വന്നിട്ട് ചായ ഇവിടെ വന്നിട്ട് ചായപാത്രം ഈ ചായപാത്രം. ഓക്കെ. ഇന്ന് എത്ര ചായ വിറ്റു? 5 വിറ്റുള്ളൂ. ഇപ്പൊ രാത്രി 9:20 അല്ലെ? എപ്പൊ വന്നാ? 2 മണിക്ക് വന്നിട്ട് 5 ചായ വിറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ആരും ചായ വാങ്ങണില്ലേ? എന്താ? തഫസുൽ ഹുസൈൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമെത്തിച്ച വീഡിയോ ആണത്. ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെ ചായ വിറ്റിട്ടും അന്നവൻ ആകെ വിറ്റത് 5 ചായ മാത്രമാണ്. 7 മണിക്കൂർ പിന്നിട്ടിട്ടും ബാക്കിയായ ചായയുമായി അന്നവൻ ആ നഗരത്തിൽ തങ്ങണമെങ്കിൽ അവൻ്റെ വിഷയം അത്രയേറെ പ്രാധാന്യമുള്ളതായിരിക്കണമല്ലോ. മൂന്ന് വർഷം മുമ്പാണ് ഹുസൈനും കുടുംബവും കേരളത്തിലെത്തിയത്. അസാമിലെ നഗാവോമാണ് സ്വദേശം. കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ ഉപ്പ മരിച്ചു. അതോടെ രോഗിയായ ഉമ്മയ്ക്കും 2 ഇളയ സഹോദരങ്ങൾക്കും ഹുസൈൻ മാത്രമായി തുണ. ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും വീട്ടുചെലവുകൾക്കുമായി അവൻ പെരിന്തൽമണ്ണ നഗരത്തിലേക്ക് ചായയുമായി ഇറങ്ങി. വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. അങ്ങനെയാണ് സ്ഥലം MLA നജീബ് കാന്തപുരം വിഷയത്തിലിടപെടുന്നത്. കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നതിനോടൊപ്പം മികച്ച താമസ സൗകര്യം തരപ്പെടുത്തുമെന്നും MLAയുടെ ഉറപ്പ്. ഒന്ന്, അവൻ താമസിക്കുന്ന ആ വീട് ഒരു ചെറിയൊരു കുടിസ് മുറിയാണ്. അപ്പോൾ അവർക്ക് കിച്ചണോ വേറെ ഒന്നുമില്ല. ആകെ ഒരു മുറിയിൽ എല്ലാവരോടും താമസിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ നമ്മളൊരു ചെറിയ ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റി അവർക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു അടുക്കളയും സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം, അവന് ഒരുപാട് വേറെ സാമ്പത്തിക സൗകര്യങ്ങളല്ല ആവശ്യമുള്ളത്. ഒന്ന്, അവന് നന്നായി പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അവനൊരു നല്ല ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്, ഒരു പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സുണ്ട്. ഇതൊക്കെ വെക്കുമ്പോൾ അവന് താല്പര്യമുണ്ടെങ്കിൽ, അവനും ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷനിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മിടുക്കനാണ് ഹുസൈൻ. 3 മാസം കൊണ്ട് മലയാളം പഠിച്ചു. ആസാമിലേക്ക് തിരികെ പോകണമെന്നില്ല. നാട്ടിലേക്ക് പോകണില്ല. എനിക്ക് ഇവിടെ ഇഷ്ടം. ഉമ്മാക്കൊക്കെ ഇവിടെ, എൻ്റെ ഇപ്പൻ്റെ മറവൊക്കെ ഇവിടെ ചെയ്ത്. നന്നായി പഠിച്ച് കേരളത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹം. 3 മാസമൊക്കെ നടന്നിരുന്നു. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ നടന്നിട്ട് ഒരാളെയൊക്കെ കണ്ടിട്ടൊരു വീഡിയോ എടുത്ത് വിട്ടു. അപ്പോൾ അതിന് ഇങ്ങനെ വരില്ലാതാണ്. അപ്പോൾ ഇവിടുത്തെ നജീബ് കാക്കു പറഞ്ഞിട്ടുണ്ട്, ഇനി കച്ചവടത്തേക്ക് ഒന്നും പോകണ്ട, ഞാൻ ഒക്കെ റെഡി ആക്കി തരാമെന്ന് പറഞ്ഞേക്കണു. പഠിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് ഹുസൈൻ പറയുന്നത്. അവൻ നേരത്തെയും പഠിക്കാൻ മിടുക്കനായിരുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് ചായക്കച്ചവടത്തിനിറങ്ങുമ്പോൾ കളിക്കാൻ ഒട്ടും സമയം കിട്ടിയിരുന്നില്ല. 13 പ്രായം. ഇനിയിപ്പോൾ കളിച്ച് പഠിച്ചു വളരാം. മുനീഫ് തിരൂരിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് അറിയിക്കുന്നു, MA ബേബിയെ ഫോണിൽ വിളിച്ച് K പ്രകാശ് ബാബു CPI നേതാവ് അദ്ദേഹം അഭിനന്ദിച്ചു എന്ന കാര്യമാണ്. PM ശ്രീ വിഷയത്തിൽ പ്രശ്നപരിഹാരമുണ്ടാക്കാൻ ഇടപെട്ടതിലാണ് അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് MA ബേബിയെ ടെലിഫോണിൽ വിളിച്ച് K പ്രകാശ് ബാബു അഭിനന്ദിച്ചത്. മറ്റൊരു വിശേഷത്തിലേക്ക്, പുൽപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ തുറന്ന ഹാളിൽ രോഗികളെ പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം പൊതുജനം കഴുതയല്ല സാർ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇത് ഇപ്പോൾ അത് കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള വാർത്തയാണ് വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് നൽകുന്നത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, പറയൂ.
കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത്. അതായത് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കയറുന്ന ഭാഗത്ത് ഹാളിൽ ഇരുന്നാണ് ഡോക്ടർമാർ കഴിഞ്ഞ ഒരു മാസമായി പരിശോധന നടത്തുന്നത്. ഇത് മുറികൾ ഉണ്ടായിട്ട് പോലും പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു വാർത്ത. ഇതുകൊണ്ട് തന്നെ ഈ രോഗികളുടെ സ്വകാര്യതയടക്കം ബാധിക്കുന്നു എന്നുള്ള ഒരു വ്യക്തമായ രീതിയിൽ ആരോപണം, പരാതി ഉയർന്നിരുന്നു. എന്നിട്ട് പോലും ഡോക്ടർമാർ ഇതിനകത്തേക്ക്, അതായത് മുറിയിൽ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട് ജില്ലാ കളക്ടർക്കും മെഡിക്കൽ ഓഫീസറും ഇക്കാര്യം അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന സിറ്റിംഗിൽ ഇക്കാര്യം പരിഗണിക്കും. ശരി, വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് സംഘർഷത്തിൽ SDPI പ്രാദേശിക നേതാവ് പിടിയിലെന്ന വാർത്തയാണ് വരുന്നത്. കൂടത്തായി സ്വദേശി അമ്പാടൻ അൻസാറാണ് കസ്റ്റഡിയിലുള്ളത്. വിവരങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ആരോപണം, CPM ഉന്നയിച്ച ഒരു ആരോപണം എന്നത് ഈ സംഘർഷത്തിന് പിന്നിൽ SDPI പ്രവർത്തകരാണ് എന്നതായിരുന്നു. എന്നാൽ ഇതുവരെ ഒരു SDPI പ്രവർത്തകനെയും ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ടായിരുന്നില്ല, കസ്റ്റഡിയിലുണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യമായി ഈ സംഘർഷത്തിൽ ഒരു SDPI പ്രവർത്തകൻ പിടിയിലായിരിക്കുകയാണ്. SDPI പ്രാദേശിക നേതാവാണ് പിടിയിലായിട്ടുള്ളത്. കൂടത്തായി അമ്പാടൻ അൻസാറിനെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അൻസാറിന്റെ കൂടത്തായിലെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ ഈ ഫ്രഷ് കട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതോടെ പിടിയിലായിട്ടുള്ള ആളുകളുടെ എണ്ണം 13ആയി. അതേസമയം തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായി സർവകക്ഷി യോഗം കോഴിക്കോട് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.